അതാ ഒരാള് ത്രെഡ്മില്ലില്. ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മളെല്ലാരും കൂടി ഇന്നൊരു കാട്ടിന്റെ ഉള്ളിൽ പോയി കണ്ട് ടെന്റ് അടിച്ചിങ്ങാണ്ട് സ്റ്റേ ചെയ്യാൻ പോണ ഒരു വ്ളോഗാണ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കും, അവിടുത്തെ കലാപരിപാടികളാണ്. ഇത് നമ്മളെ കോയ, നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടിന്റെ ഇപ്പത്തെ ഓണറാണ്. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി പോയിട്ട് ടെന്റ് അടിക്കട്ടെ. അപ്പൊ നമ്മൾ പോണ വഴിയാണിട്ടത്. ഇതവിടെ ഫുള്ള് ഇത് ബ്രൂണോ, ഇത് ഇവിടുത്തെ നമ്മളെ എന്താണ് ട്രക്കിംഗ് ഗൈഡിങ് ഡോഗാണ്. ഗോ ഫോർവേഡ് അങ്ങോട്ട്. അപ്പൊ പോണ വഴിക്കണ്ട ഫുള്ള് പൂക്കളാണ്. നമ്മളിപ്പോ എല്ലാരും കേട്ടോ ആ ബാക്കിൽ നിന്ന് കാണിച്ചു സാധനം കയറ്റി വരികയാണ്. ഇതിൽ ഫുള്ള് ചട്ടി ചെമ്പട്ടി പാത്രം, അതിൽ നൂഡിൽസ്, സോളാർ ലൈറ്റ്, ടെന്റ്, അതിൽ പ്ലേറ്റ് എല്ലാരും ഉണ്ട്. അത് സാബുന്റെ ഒരു എഡ വഴി കേട്ടോ. ഇതിന് നമ്മൾ വിളിക്കണ, നമ്മളെ വ്യൂ പോയിന്റിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, സ്വർഗം. സ്വർഗം എന്നാണ് നമ്മൾ വിളിക്കല്. സ്വർഗത്തേക്ക് പോണ വഴി കല്ലും മുള്ളും നിറഞ്ഞാണെന്നല്ലോ, അതേപോലെ നിറച്ച് മുള്ളുണ്ട്, നിറച്ച് ഇതുണ്ട്. എന്ത് പുല്ല് അല്ല, പുല്ലും മഞ്ഞും അല്ല, മുള്ളും കല്ലും. കോയ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് കറങ്ങണേ? ദേഷ്യം പിടിച്ചിട്ടാണോ? നമ്മൾ സ്ലോ ആയിട്ടല്ലേ? ഓക്കെ. ഇത് കണ്ടോ, ഒരു നമ്മളെ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗുഹേന്റെ ഉള്ളിൽ കൂടി പോണ പോലെ, ടണലിന്റെ ഉള്ളിൽ കൂടി പോണ പോലെ ഉണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ പൂക്കൾ വന്നിട്ട്, പൂക്കളും മലകളൊക്കെ അല്ല, മലകളല്ല ചെടികളൊക്കെ വന്നിട്ട് ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ് പോണ വഴി കേട്ടോ. നമ്മൾ പോണ വഴിയിൽ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ, ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുമെന്ന് അറിയില്ല. അവിടേക്ക് ഫുള്ളൊരു എങ്ങനെ പറയാ, രണ്ട് മലകൾക്കിടയിലും ഒരു വെള്ളച്ചാട്ടം പറഞ്ഞാൽ അങ്ങനത്തെ ഡേഞ്ചർ വെള്ളച്ചാട്ടമല്ല, സേഫ്റ്റി ഫ്രണ്ട്ലി വെള്ളച്ചാട്ടം, അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം. ഇതാണ് നമ്മളെ സോളാർ മിന്നു. കണ്ടോ കയ്യിൽ കണ്ടോ, ഒരു സോളാർ ലൈറ്റ് ഒക്കെ പിടിച്ചിട്ട് അവളെ ചാർജർ കാണാല. അപ്പൊ ഡിപ്രഷൻ എന്നാ ഡിപ്രഷനോടൊക്കെ എന്താണ് പിടിച്ചാളാ. അപ്പൊ ഇതാണ് നമ്മളെ സ്വർഗത്തിന്റെ വാതിൽ. ഈ വാതിനടുത്ത് തുറന്നാണ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചവിട്ടി അവിടെ അപ്പുറത്തൊരു വാതിലും, ഇത് ചെക്ക് പോസ്റ്റാ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാതിലും കൂടി ഉണ്ട്. അതാണ് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കിടിലം വ്യൂ ആണ് കിട്ടല്. ഇപ്പൊ സീസൺ ബേസ്ഡ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ മഴക്കാലത്തല്ല, നല്ല മഴത്തല്ല, ആ മഴ ഇങ്ങനെ പച്ചപ്പൊക്കെയുള്ള ടൈം ഉണ്ടല്ലോ, അപ്പൊ കിടില. പെട്രോൾ അല്ല, സ്വർഗത്തിന്റെ വാതിൽ പൂട്ടിക്കണല്ലോ. നമ്മൾ ഇതിന്റെ അവകാശികളല്ലേ? അവകാശികളല്ലെങ്കിൽ ചാടി കിടക്കണോ? അതാണ് നേടാളെ നോക്കി പോട്ടോ ഗൈസ്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതോ ഒരു ഇതിലെ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലം പോലെ അല്ലേ? അവിടെ കണ്ടോ ഒരു വീടല്ല, ഒരു ഷെഡ്, മോട്ടോർ മേരെ കാണോ, വിയർ ഹൗസ്. അതായത് അതൊക്കെ വെക്കാണ്. നമ്മളെന്തായാലേ സ്വർഗത്തിന്റെ ഒരു വാതിൽ കടന്നിക്കണ്. ഇനി ഇപ്പുറത്ത് തന്നെ വേറൊരു വാതിലും കൂടി ഉണ്ട്. ബ്രൂണോ ഗോ ഫ്രണ്ട്, ഗോ ഫോർവേഡ്. ബ്രൂണോ മിന്നു ഗോ ഫോർവേഡ്. ബ്രൂണോയ്ക്ക് മടുത്തു നിങ്ങളുടെ കൂടെ വന്നിട്ട്, ഞാൻ മാത്രം. അതിന് ഒരു ബ്രൂണോ ഒക്കെ മറ്റു ബ്രൂണോനെ തിരിച്ചറിയാൻ പറ്റും. വീഴല്ലേട്ടാ. മിന്നു ആ ചെരുപ്പൂരി. ഞാൻ പിടിച്ചോ. ഷിനാന ചെരുപ്പൂരിട്ടാ. സാബു നീ തടി നോക്കി വ്ളോഗല്ല. മിന്നു സ്റ്റേ. നിങ്ങക്ക് വയ്യാത്ര ഞാനെന്തേനാ? ഞാൻ സ്പീഡിലൂടെ വന്നു. നിങ്ങക്ക് എത്ര വയസ്സ്? ഓ എനിക്ക് വയസ്സ്. എന്നിട്ട് ഞാൻ സ്പീഡിലൂടെ എത്തിയോ? വയസ്സുണ്ടായിട്ട് അല്ല, ഇത്ര വയസ്സ് നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റണില്ല. വയസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധി കൂടി വേണ്ടേ. ഇത് വീണ എന്താ പറ്റാന്ന് ഓർക്കാനൊരു ബുദ്ധി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നല്ലതാണ്. ഗൈസ് ഈ പൂക്കൾ ഉണ്ടല്ലോ, ഡിസംബറിൽ മാത്രം പൂക്കണ പൂക്കൾ അത്ര. ഇതാ ഫുള്ള് വെള്ള പൂക്കളെ കാര്യം ഡിസംബറിൽ. ഇതിപ്പോ മാർച്ച് ആയില്ലേ? ഡിസംബറിലാണ് ഇത് വിരിഞ്ഞു തുടങ്ങുന്നത്. ഇതിപ്പോ മാർച്ച് ആയില്ലേ? ഇതൊരു ഭയങ്കര മെഡിസിൻ ആണ്. എന്തിനില്ല ഇത്? ശരിക്കും ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് ഈ മരത്തിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാല് അവരെന്നെ ചവച്ചിട്ട് അതിന്റെ ഉമിനീര് അതിൽ മിക്സ് ആവണം. നമ്മൾ മുറിവ് തേച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ ഉണങ്ങി മുറി വീഴും. പിന്നെ വേറെ ട്രീറ്റ്മെന്റ് ആണോ? ഒറ്റ ട്രീറ്റ്മെന്റ് ഇതില്ലേ? ഇതിന്റെ പേര് അറിയോ? പേരറിയത്തില്ല. പോലെ ഇരിക്കും. ഇത് ചവച്ചിട്ട് അത് മൊത്തത്തിൽ മുന്നിൽ വെച്ച് കഴിഞ്ഞാല് മൊത്തം ഉണങ്ങി പോകും. അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് വാതിൽ കടന്നു വന്നു. സെക്കൻഡ് വാതിൽ ഒന്നും കൂടി എസ്തെറ്റിക് വാതിലാണ് കേട്ടോ. മറ്റേ കുറച്ച് ഇതാണെങ്കിലും സെക്കൻഡ് നമുക്ക് ഇതാ
നല്ലൊരു കിടിലം വാതിലിട്ടിരിക്കണം. ഹെവൻ ഗേറ്റ്. ഇത് നമ്മള് ഇത് നമ്മളെ വന്നിട്ടല്ലേ സ്വർഗം എന്നൊക്കെ പേരിട്ട് നമ്മൾ അന്ന് വന്നിട്ടൊരു വീഡിയോ ഇട്ടീനു. അതിനുശേഷമാണ് ഇതിന് സ്വർഗം എന്ന് പേരിട്ട്. വാതിലിങ്ങോട്ട് തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇങ്ങനെ അടിയിക്കുള്ള സ്റ്റെപ്പുകളാണ്. അല്ലാ പഠിച്ചോനെ, ഇറങ്ങി 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 അവിടെ പോയാണ്ടല്ലോ മുത്തേ. അവിടൊക്കെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ പ്രകൃതി. വൈൽഡ് പപ്പർ. വൈൽഡ് പപ്പർ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനത്തിനെ കോയ കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. അതെന്താണ്, ജീവിയാണോ? ആ, കാട്ടുകുരുമുളക് അല്ലേ? അടിയിൽ നിരപ്പായ സ്ഥലം ഉണ്ടോ? കാട്ടുകുരുമുളക്. ഇങ്ങോട്ട് കൊണ്ടിരി, ഇങ്ങോട്ട് കൊണ്ടിരി, ഇങ്ങോട്ട് കൊണ്ടിരി. ഇത്ര വലിപ്പമുള്ള ഈ സാധനം ഇതുണ്ടോ? ഇത്ര വലിപ്പം, പക്ഷേ ഭയങ്കര മൗത്ത് പ്രഷറാണ് ഇത് തിന്നാല്. ഇത് കഴിക്കും. ഗൈസ് ഇതാണ് പെപ്പർ, കാട്ടുകുരുമുളക്, വൈൽഡ് പെപ്പർ എന്ന് പറയും ഇത് കേട്ടോ. ഇത് അതിന്റെ ഇല. ഇത് തിന്നാല് വായനാട്ടം ഉണ്ടാവില്ല. നോക്കട്ടോ, അതിനെപ്പോഴും ഗ്യാസ് കിട്ടിയ വയല് കുരുമുളകിന്റെ ഭയങ്കര മെന്റും കുരുമുളകും ചേർന്നൊരു സ്മെല്ല് കിട്ടും. നല്ല ചെറുതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ അല്ല, അത് അതിന്റെ ഇതല്ല, ഈ വള്ളി, ചെറിയ വള്ളി. ഏകദേശം നമ്മള് കുരുമുളകിന്റെ പോലെ തന്നെ അല്ലേ? പക്ഷെ നല്ല മണമുണ്ട്. സ്മെല്ലൊന്നും വരുന്നില്ലേ? ഞാനേ 2 തരം പല്ലേക്കാണ്. നമ്മൾ പോണ വയ്ക്കണ്ടോ നിങ്ങള് ഫുള്ള് മറ്റേ ഡിസംബറിൽ ഉണ്ടാവണ മറ്റേ പൂവാണ് ഫുള്ള്. അതിന്റെ ഇടയിൽ കൂടി എന്നിട്ട് അത് കെയിന് ഇങ്ങോട്ട് വന്ന ഞങ്ങൾ കണ്ടോളിട്ടോ. അങ്ങനെ കെയിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഒക്കെ കാണുന്നത്. ഇതൊരു മല, ഇതൊരു മല. അതിന് നടുക്കിടി പോണതൊരു അരുവി പോലെ, അരുവിയല്ല, ഒരു വെള്ളച്ചാട്ടം പോലെ വാട്ടർഫോളാണ്. അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ രണ്ടിന്റെ കണ്ടോ, ഇവിടെ ഒന്നും വെയിലില്ല. അവിടെ ആ സൂര്യൻ നിൽക്കുമ്പോൾ അതിന്റെ ഒക്കെ കളർ ഉണ്ടോ? അവിടെ എന്താ നായും പശുവും ഫൈറ്റ്. അയ്യോ ബ്രൂണോ നടക്ക് എന്നെ പറയന്തല്ലേ. ആ അയ്യോ ഇതൊക്കെ സീനാവല്ലോ. മിന്നു ചളിയിൽ വീണ ഒരു രസം ഉണ്ടാവില്ല. ആ ചെരുപ്പ് ഊരിക്ക പൊട്ടത്തിയെ, ആ കല്ലങ്ങോട്ട് ചവിട്ട് വീഴുന്ന്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ഡോക്ടർ മിന്നു തല തല്ലി വീണ ഒരു കാഴ്ച. അയ്യേ ആ വീഡിയോ വൈഡിലിട്ടോ ഗൈസ്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിരുന്നു ഡോക്ടർ മിന്നു തല തന്നെ നിൽക്കണേ. നമ്മൾ ഇവിടെയാണ് ഇപ്പൊ ടെന്റ് പിച്ച് ചെയ്യാനുള്ള പ്ലാന്. യാ മോനെ, അവിടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം. അങ്ങോട്ട് നോക്കാം, അവിടെ നോക്കാം, ആ മലന്റെ മുകൾക്ക്. ഓ എത്ര മനോഹരമാണ് ഗൈസ്. ഇതെന്റെ GFCയും BRP ഒന്നല്ല, നിസാര പണിയല്ല. ഇതേ അത്യാവശ്യം അടങ്ങാറുള്ള പണിയാണ്. ആ ഇതിന്റെ ലോക്ക് ഇതാണോ? ഇതില്ലേ സംഭവം ഇത് കൂടി ആരോ ഇട്ടുക. അല്ല ഇതാണ് സംഭവം, അല്ല ഇതാണ് സംഭവം. ലോക്ക് ഉണ്ട്. നിന്റെ മുഖത്ത് അയക്കാൻ അവിടുന്ന് ലൈറ്റ് ഉണ്ടാവില്ല. എനിക്കറിയാം, എന്നെ വിളിക്കണ്ട. പിന്നെ ഡോർ പട കോലായില്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളെ ടെന്റ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കണ്. നേരെ വലിച്ച് അടിപൊളിയായിട്ട് കെട്ടിക്കണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇനി ക്യാമ്പ് ഫയർ ഇട്ടല്ല, വിറക് തപ്പാൻ പോകണം. അപ്പം ഇനി വിറക് തപ്പാൻ ഇതാ ചുറ്റോളം കാടാണ്, എവിടെ വേണേലും വിറക് കിട്ടും. നമുക്ക് ഇനി വിറക് തപ്പാൻ പോവാം. ബ്രൂണോ ഗൈസ് ഇവിടെ നോക്കാം. ഇവിടെ വന്നാ ഫുള്ള് പോണ്ടാട്ടോ. അവിടെ നമുക്ക് നാച്ചുറൽ സ്വിമ്മിംഗ് പൂളില് കുളിക്കാം. ഗൈസ് ഇത് നോക്കാണി, പ്രൈവറ്റ് ഗുഹ. അവിടെ കുതിരച്ചാണത്തിന് വേണുണ്ട്. അതിക്കൂടി അങ്ങനെ പോണോ? അല്ല ഞാനില്ലട്ടോ അതിന്. ഇല്ല ഞാനാ കളിക്കില്ല. ആ എന്നാ കിട്ടിയിട്ടുണ്ടോ? ഞാൻ കട്ടിയില്ലട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാല് വിറകെടുക്കാൻ പോണ ഈ കാട്ടുകൂടിയൊക്കെ ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് വേണം പോലെ ഗുഹ. ഓ പക്ഷെ ഈ ഗുഹയാണ് കടന്നു കഴിഞ്ഞാല് വരൂ ഗൈസ്. നമ്മളങ്ങനെ അതിസാഹസികമായി ഗുഹയെ കൂടിയൊക്കെ വന്നിട്ട് ഇനി എത്തിയത് ചാറ്റിയേട്ടാ. ഹാ
നമ്മളാ പോണ്ടിക്ക് എത്തി, വെള്ളത്തിക്ക് എത്തി ഗൈസ്. ഇതില് കുണ്ടില്ലല്ലോ കോയ, കുണ്ടുണ്ടോ? ആ നല്ല കുണ്ടുണ്ട് അതില്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഓ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാ. വാ എന്നാ വാ വാ വാ. നോക്ക്, ഇത് ഞാൻ കളക്ട് ചെയ്ത വിറക്. ആ കോയ അതാ തെളിവാതാ, കോയ പെറുക്കുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കി നോക്കാം, അങ്ങോട്ട് നോക്കാം. ഏതാ വ്യൂ നോക്കാം? ഇനി അടിക്ക് നോക്കാം, ഇനി അടിക്ക് നോക്കാം. അടിക്ക് കാണിച്ചു കൊടുക്ക്. സൈഡിൽ വെള്ളച്ചാട്ടം. രാത്രി ഇവിടെ വന്നിരിക്കാം. സൺസെറ്റും ഉണ്ട്. വൈകിട്ട് നേരത്തെ വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു ചായക്ക് ഇങ്ങനെ കുടിച്ച് നല്ല വൈബായിട്ട് ഇരിക്കായിരുന്നു. ഇതൊക്കെ ഞാൻ എടുക്ക്. ഇത് പെട്ടെന്ന് കഴിയൂലേ? നടക്ക്. ബ്രൂണോനാണ്ട് വിട്ടാ. ബ്രൂണോ പോയാ ഞാൻ പണിയെടുക്കും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാവില്ല ചേച്ചിക്ക്. അതിന് മേത്തിരിക്ക നല്ല കറണ്ട് അതന്നെ ഹോൾഡ് ചെയ്യും. നടക്ക്. അത് പിന്നാലെ വരുമോ? ഇല്ല, പോയാ നോക്കിയോളാം. നടക്കാതെ വരുമോടി? അത് വന്നോട്ടെ. പേടിയാണേ. പറിച്ചുകൊണ്ടേ കുറച്ചു നീ പറക്കും, ഞാൻ വ്ളോഗ് എടുക്കാം. ഗൈസ്, ഇതാണ് ഞാൻ കളക്ട് ചെയ്ത ചുള്ളിക്കമ്പ്. ഇത് ഞാൻ കളക്ട് ചെയ്തത് വേണ്ട. സിന കളക്ട് ചെയ്ത കുഞ്ഞു ചുള്ളിക്കമ്പുകൾ. ഞാൻ കളക്ട് ചെയ്ത് കൊറേ നേരം കത്തും. ബ്രൂണോ കല്യാണം കഴിഞ്ഞില്ല. ബ്രൂണോ നോ, അങ്ങോട്ട് പോണ്ട. അതാണേ. വാ ഇവിടെ ഇല്ല. എന്നിട്ട് വാ, ഞാൻ ബ്രൂണോനെ അങ്ങോട്ട് വിടും. ഇന്ന സെറ്റാ. ഞാൻ എന്താ കാണിച്ചത്? അങ്ങോട്ട് പോണ്ട. അത് കുഴപ്പമില്ല, എടുത്തോ. അല്ല പത്ത കാട്ട. ഞാൻ പറക്കി ഓടി വരാം. ഗൈസ് വറക് തപ്പടേന്റെ ഇടയിൽ ഒരു സാധനം കിട്ടിക്കിട്. ആരുടെ ഒഴിവാക്കി പോയ ഷെഡി. ഷെഡി ആണെങ്കിൽ അത് എടുത്തിടാം. വാ. നടക്ക്. ആ പിന്നെ ഇങ്ങനെ പോവാൻ പൊക്കോ. അത് നല്ല റിസ്ക് ആട്ടോ. എനിക്കറിയാം, പൊക്കോ. ഞാൻ ആ വഴിയെ പോയത് നേരത്തെ. അയ്യോ, ഇവിടെ നിറച്ച് ചളിയാ. പൊക്കോ. ബ്രൂണോടാ. കോയയുടെ വിളി കേട്ടാള് വരിക. ബ്രൂണ ഇച്ചിരി സീനല്ല, പാവാണ്, കടിക്കൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പേടി. മിന്നത്തൊന്നും മേടിച്ചാ കണ്ട. ഞാനിവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കണത്. അള്ള പഠിച്ചോനെ കാക്കണ റബ്ബേ. ഞാൻ ബ്രൂണെങ്ങാനും തലയിൽ കൂടി വീണാലേ. അയ്യോ, എന്റെ ചെരുപ്പ് ഇങ്ങനെ മുഖറിഞ്ഞു. കുടിച്ചാ. അയ്യോ, ഈ അവിടെ കാലില് ചാണകമൊക്കെ ആക്കിട്ട് പോണവൻ. അതെടുത്തേ. ചാണകത്തിൽ ചവിട്ടിയ മാതിരി എന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ കണ്ടു. എന്തൊക്കെയാ കാട്ടിന്. അതെ. ഹലോ എങ്ങോട്ട് പോണത്? എനിക്ക് സോറി ഗൈസ്, ഞാനാട്ടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തിക്കണേ. ക്യാമറമാനായോണ്ട് കഴിച്ചില്ലായില്ലേ പന്നി. അതെ, കുറച്ച് ഞാൻ ക്യാമറമാനെ നല്ലോണം എടുക്കാം പ്ലീസ്. ഞാൻ എന്ത് കാര്യം മൂണ്ടി മാത്രം ചെയ്യുള്ളൂടാ. ഇപ്പൊക്കെ ക്യാമറ കൂടെ വരുന്നുണ്ട്. അങ്ങനല്ല ബ്രോ, ഇങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ബ്രോ അങ്ങോട്ട്
മാറി ഞാൻ നയിക്കാം ആ എന്നാ അത് നേർവഴിയാവൂല. ഞാൻ നയിച്ചെത്തിയാ പോരെ വാ. ആ നയിച്ച് ആ നയിക്ക് എന്നാ ഇതാ ഒരാള് ത്രെഡ് മില്ലില് അയ്യോ ഞാൻ വീഴുമ്പോ നിങ്ങളുടെ കയ്യൊക്കെ ഇറങ്ങി. അത് സാരല്ല അത് നല്ലതാ. ഒരു പണി എടുക്കാത്തല്ലേ അത്ര പണി എടുത്തില്ല. ആ എടുത്തിട്ട് നടക്ക് ആ അത് പാളി ഗൈസ് ഇന്നത്തേക്കുള്ളതായി. അയ്യോ എന്റെ കാലതിന് ദജ്ജാലിന്റെ കാലാണ്. എങ്ങനെ അപ്പൊ അതല്ല പന്നി ഞാൻ പറഞ്ഞോണ്ടിരുന്നേന്. ഇജാണ് അതാണ് വഴി പറഞ്ഞേ. എന്റെ നായിക്ക് നീക്ക് വരൂ അവനെങ്ങോട്ടാ? തുടക്കമുള്ള പ്രയാസം അല്ല ഇത് കേറണ്ടത് ഇവിടെ അടുത്തോ ട്രൗസർ അയ്യൂട്ടോ. എനിക്ക് ഓല് നേരത്തെ വീണതാ, അതുവരെ അവിടുന്ന് പോകുന്നില്ല. അല്ലേ അയിക്കൂടി കേറാൻ ഒരു മിനിറ്റ് പിന്നെ അയിക്കൂടി കേറാനാണ് നല്ലുണ്ട് കേട്ടോ. വാണി ഇത് കൂടി കയറിക്കോ. അയക്ക് നോക്കണേ. ഇപ്പൊ എങ്ങനെ ഉണ്ടായി? വാവ് പറഞ്ഞ വൈക്കൂടി അല്ലേ ഇപ്പൊ പോന്നേ? ആ അതൊക്കെ ഞാൻ എത്തിച്ചത് ഇത് കൂടിയാ പോന്നേ. ഇതാണ് ആ അടുത്ത വടിയൊക്കെ പാടപ്പുറത്ത് പോയി. ചിന്റെ സീനാനെ ഒരു ഉപകാരമില്ല, ഉപദ്രവിക്കാതിരുന്നൂടെ? നിക്കാ പോകും. ആ പോയി. ആ ഇല്ല അതിൽ എത്ര നേരം പറയണേ. അപ്പൊ അവിടെ വന്നിട്ട് മേടിക്കേ തൊയിലും കാട്ടെ. അപ്പൊ കേറട്ടെ സീനാനെ. അയ്യോ അപ്പൊ ഗൈസ് നമ്മള് അവിടെ പോയിട്ട് ആകെ ചാണകത്തിലല്ല ചളി പോലത്തെ ചാണകം പോലത്തെ ചളിയിൽ ചവിട്ടീന്. അപ്പോൾ ഇന്നെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വെള്ളം പോണ സ്ഥലമുണ്ട്. അയ്യോ അവിടുന്ന് കഴുകാൻ പോവാ. ചേടാ ലൈറ്റ് നിർബന്ധ. എടാ ഒരു ലൈറ്റ് ഇങ്ങോട്ട് വാ. നമുക്ക് കാല് ഇവിടെ തന്നെ കഴുകാം. കാല് കഴുകാം. ഒരു ഗൈസ് അയ്യോ നേരെ അങ്ങനെ ഇഷ്ടായിട്ടോ. വാ അത് കൂടി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ടെൻറ്റ് ഫുള്ള് ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മളെ ക്യാമ്പ് ചെയ്യാല്ല പ്ലേസ് ആണ് റെഡി ആക്കിയത്. എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മളിതാ കിച്ചൺ അടുക്കള ഉണ്ട്. പിന്നെ പുറത്ത് ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്, അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വന്നതല്ലേ ഒരു എനർജി ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കാം. അത് നോക്കിയേക്കാം നമുക്ക്. ആ സോറി ഇത് ഇങ്ങനെ ആക്കണം. സോറി ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് കത്തിക്കണേ. ഇനി ഇതൊക്കെ കുറച്ച് ഇത് വേണം. ഓക്കെ സെറ്റപ്പ്. ഇനി നമ്മൾ ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ചായക്ക്. അല്ല ചായക്ക് മണ്ണ് വരിടുള്ളൂ. പാൽ ചായ അത് ഞാനൊരു ലോട്ടസ് ബിസ്കോഫിന്റെ ഒരു ഷെയ്ക്ക് കലക്കി തരട്ടെ. പന്നി ക്യാമ്പിങ്ങിനാ വന്നിക്കണത് റിസോർട്ട് കല്ല. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണം വെള്ളം? നമുക്ക് കുടിവെള്ളം അടിയത്തെ വെള്ളം കുടിക്കാട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും തിളപ്പിക്കാനോ അല്ലെങ്കിൽ എന്തിനേലൊക്കെ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തിളക്കൂലല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഭയങ്കര നഷ്ടം. അപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ ഇതാണ് വെച്ചാൽ മതി. നല്ല ബുദ്ധിയല്ലേ? ആ കുഴപ്പമില്ല. നമ്മളതിൽ അതും അറിയാത്ത മന്ദന്മാരുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയല്ല മന്ദന്മാരങ്ങനെ. പിന്നെ ഇതൊക്കെ മാറ്റിക്കാളുണ്ടോ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആരാണ്ട് ഉരുകുവേ. ആ ഓക്കെ. അപ്പോൾ എന്തായാലും വെള്ളം അവിടെ തിളക്കട്ടെ. എന്നാ ഓക്കെ അല്ലേ? ഇതെന്തെങ്ങനെ ഇരിക്കണേ? കേട്ടോ അടിച്ചാ
എന്താണ് ചെക്ക ഹാപ്പി അല്ലേ? ഹാപ്പി ചെക്കനാ എനിക്ക് ഉണ്ടാക്കാനാ ഒരു ചായ. ചായ അത് നമുക്ക് ഇപ്പൊ വേണ്ട, ഇപ്പൊ നമ്മള് കുഴങ്ങിക്കാണ്. അതിന്റെ പരീക്ഷയുടെ നമുക്ക് രാവിലെ. ഓക്കെ. അപ്പൊ ഗൈസ് മിന്നു ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ അത്തരം ഒരു റിസ്കിലേക്ക് പോയില്ല. റേഷൻ കട മറന്ന് 12 വാങ്ങണോ? ആ ഓക്കെ. ഈ ലൈറ്റ് എങ്ങനെയാന്ന് അറിയോ? നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഇത് വാങ്ങാനല്ല കഷ്ടപ്പെട്ടെ. അതന്നെ പറഞ്ഞേ. ഇതില്ലേ നമ്മൾ വാങ്ങിയതിനേക്കാൾ അടങ്ങാറായിക്കണത് ചാർജ് ആക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് തുള്ളി ചാർജ് ഇല്ല. അപ്പൊ വരുന്ന വഴിക്ക് നമ്മൾ കാറിലാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഉണ്ടെങ്കിലുള്ളത് കത്തുക. സോളാറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വണ്ടിമേ മറ്റേ ഷെഡിയൊക്കെ തോരിയിടൂലേ, അതേമാതിരി ഇതുമ്മ കൊളത്തിയിട്ട് പുറത്തേക്ക് ഗ്ലാസ് ഒക്കെ തുറന്ന് AC ഒന്നും ഇടാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ പോയി. ഭയങ്കര അടങ്ങാറായിട്ട് കൊടുന്നാണ്. ഇവിടെ ചായ വെച്ചോണ്ടിരിക്കണു. ചായ മിന്നോ നോക്കണേ പാളും. അപ്പുറത്തെ ഇതാ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തോണ്ടിരിക്കണു. നമ്മളെ ടെന്റ് അത് അവിടെ സെറ്റ് ആയിക്കണു. എങ്ങനെയുണ്ട് ചായ? കണ്ടോ? ഒന്ന് കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കി അയ്യോ മുട്ട പൊട്ടിച്ച് വെക്കണം അതില്. ചായക്ക് മുട്ട പൊട്ടിച്ച അത്ര തിളച്ചാ പോരട്ടോ. പിന്നെ തിളപ്പിച്ച് കട്ടൻ ചായ കക്കും. കഴിക്കും. അപ്പൊ ഗൈസ് നമ്മളുടെ ചായ ഉണ്ടാക്കി എന്നിട്ട് നമ്മളെ ക്യാമ്പ് ഫയറും കത്തിച്ചിട്ട് ഇതിന്റെ 4 പുറം എന്നിട്ട് വർത്താനം പറഞ്ഞ് ചായയും റസ്കും തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈബ് അവിടെ കിട്ടും നമുക്ക്. മിന്നുന് ചായ ഇതിലേ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരൊറ്റ ഫോണിലും ചാർജ് ഇല്ല. ഇവലൊന്നും ഫോൺ തന്നെ എടുത്തില്ല, കാരണം കറണ്ട് പോയിരുന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇനി ഫോണില്ല, ഒരു പരിപാടിയില്ല. എന്റെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും. അപ്പൊ അങ്ങനത്തെ ഇനി ഫോണിൽ കളിച്ചിരിക്കൂല. ഇനി കൂര ഇട്ടത് ഈ ഒരു ഇതിന്റെ വെളിച്ചവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കറണ്ടിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പടച്ചോന്റെ വെളിച്ചം. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിച്ചിട്ട് ഇതപ്പോ ടെന്റിന്റെ ഉള്ളിൽ കയറിയിരിക്കണം. ഇനി ഇതപ്പോ ഇവിടെ യൂണോ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെന്താ മറ്റേ രാജസ്ഥാനിന്ന് പാത്രം വെക്കാൻ വരില്ലേ, മറ്റേ പാത്ര വിൽപ്പനക്കാര് ഓരോ പോലെ ഉണ്ട് ഇല്ലേ, അതേ കോസ്റ്റ്യൂമില്. അപ്പൊ ഇവിടെ ഞങ്ങള് യൂണോ കോഡ് കളിക്കട്ടെ. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ് പെരും തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പെരും തണുപ്പാട്ടോ. ഇതൊക്കെ നമ്മൾ കൊടുന്ന വെളിച്ചെണ്ണ വരെ കട്ടായിക്കണം. അമ്മായി തണുപ്പ്, പെരും തണുപ്പ്. അതും നമ്മളാണെങ്കിൽ ഹുഡീസൊന്നും നല്ല പോലെ എടുത്തിട്ടില്ല. ഇതന്നെ കോയന്റെ ഹുഡീസൊക്കെയാണ്. ഓ പുതപ്പ് എത്തുമോ? കോയ പോയിട്ടോ. ഇനി നമ്മളിത് ഇതാക്കി നമ്മൾ ഇനി ഒരു ഓംപ്ലേറ്റ് ഇടാനൊരു പ്ലാനിലാണ്. നേരം 10 മണിയായി. നാട്ടിൽ ഇപ്പൊ പെരും ചൂടാണ്. വെളിച്ചെണ്ണക്കാണ് കട്ടായിട്ട് ഇപ്പതാ മറ്റേ ഐസ്ക്രീം മാതിരി എടുത്ത് പാനൊക്കെ ഇടുന്നു. അത്രക്ക് തണുപ്പോ, പേരും തണുപ്പ്. അപ്പൊ നമ്മളിപ്പോ നിക്കത്തില്ല, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അതില് കയ്യിലുണ്ടാവുമല്ലോ, കയ്യിലില്ല തണുപ്പുണ്ടോ? കയ്യില് പറ്റില്ലാവോ? ഗൈസ് അങ്ങനെ നമ്മളെ മുട്ട മറിച്ചിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ പുറത്ത് കിടിലം തണുപ്പാട്ടോ. പുറത്ത് കിടിലം തണുപ്പും പിന്നെ പോരാത്തതിന് ഇതാ മാഗി. അന്ന് കാണിച്ചോട്ടോ എങ്ങനെയുണ്ട് മാഗി? എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ചാർജ് ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പൊ ആകെ 2-3% മാത്രമേ ഉള്ളൂ. അപ്പൊ രാവിലെ വീട്ടിൽ നമ്മൾ നേരെ പോണ്ടിക്ക് ഇറങ്ങിക്കാണ്. ഇതിന്റെ അവിടെ തന്നെ വള്ളച്ചാട്ടം ഒഴിച്ച് ഇവിടെ പോണ്ടാണ്. നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കുളിച്ച് കാണാൻ വേണ്ടി കുതിര ഉണ്ട്, കഴുതല്ലേ. അപ്പൊ കുതിരയും കൈതി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ നമുക്ക് കാണാം. വീഡിയോ എടുത്തോ.